ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മേഡത്തിന്റെ വീട്ടിൽ നിന്നാണോ എനിക്ക് എന്റെ വീട്ടിലേക്ക് പൈസ തന്നത്? എന്റെ വീട്ടിൽ നിന്നല്ല. നിങ്ങളുടെ പറമ്പിലെ തേങ്ങയുടെ കാശല്ലല്ലോ? അല്ല. ഇവിടുത്തെ മാനേജറുടെ മകളെ കെട്ടിച്ചുവിട്ട ശ്രീധന കാശാണോ? അല്ല. എനിക്ക് ലോൺ തന്നത് ബാങ്ക് അല്ലേ? ബാങ്കാണ്. അപ്പൊ എന്റെ വീട്ടിൽ ബാങ്ക് അല്ലേ വരേണ്ടത്? നിങ്ങൾ എന്തിനു വന്നു? ന്യായമായ ചോദ്യം. അപ്പൊ ഇവിടെ പൈസക്ക് വന്നില്ലേ, ലോണിന് വന്നില്ലേ? അപ്പൊ കൗണ്ടറിൽ നിന്ന് ബാങ്ക് ആണോ നിങ്ങൾക്ക് പൈസ എണ്ണി അങ്ങോട്ട് തന്നേ? കൗണ്ടറിൽ ഇരിക്കുന്ന ക്യാഷ്യർ അല്ലേ പൈസ തന്നത്? അപ്പൊ ഞങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങൾ ലോണ് തിരിച്ചടച്ചില്ലെങ്കിൽ ഞങ്ങളെ വീട്ടിൽ വന്ന് ജപ്തി ചെയ്യും. ഞാനിപ്പോ എന്തിനു വേണ്ടിട്ട് 2 ലക്ഷം? നീ എന്തിനാണ് ലോൺ എടുത്തത് ആദ്യം അത് പറ. ഞാന് കൃഷി ചെയ്യാൻ വേണ്ടി 2 ലക്ഷം രൂപ ലോൺ എടുത്തു. എന്നിട്ട് കൃഷി ചെയ്തോ? അല്ല, ഇപ്പൊ നമ്മൾ ലോൺ എടുക്കുമ്പോൾ വീട്ടുകാർക്കൊക്കെ ഒരു നിർബന്ധം, നമ്മളൊരു തീർത്ഥാടനത്തിനൊക്കെ പോയിട്ട് നല്ല കാര്യം തുടങ്ങുമല്ലോ, അപ്പൊ എല്ലാവരും കൂടെ ഒന്ന് പോകാന്ന് വെച്ചു. അപ്പൊ ഞാനും എന്റെ ഭാര്യയും മകനും കൂടെ പോകാനാണ് ഇരുന്നത്. അപ്പോഴത്തേക്ക് അമ്മായിച്ചനും അമ്മായിക്കും മന്നോന്ന് പറഞ്ഞു, പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും മന്നോന്ന് പറഞ്ഞു, പിന്നെ അമ്മാവനും ബന്ധുക്കാരും കൂടെ വന്നു. അങ്ങനെ ഞങ്ങൾ സ്കൂട്ടറിൽ പോകാനാണ് ഞങ്ങളൊരു AC ബസ് ആക്കി. 55 പേരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് തീർത്ഥാടനത്തിന് പോയി. പോണ വഴി മൂന്നാറ്, പിന്നെ കൊടൈക്കനാല്, ഊട്ടിയൊക്കെ പോയി. ആ 2 ലക്ഷം രൂപ അങ്ങ് തീർന്നു. എന്നിട്ട് കൃഷി വെള്ളം ചെയ്തോ? കൃഷി ചെയ്തു. അമ്മായിച്ചനും അമ്മായിമ്മയൊക്കെ നല്ല കൃഷിയായിരുന്നു മൂന്നാറിന്. അവിടുന്ന് ചെയ്ത് കൊടൈക്കനാൽ ചെയ്ത് ചട്ടി വട്ടി സകല സാധനം, പിന്നെ പൊരിമലർ എല്ലാം കൂടെ മേടിച്ച് കാശങ്ങ് തീർത്തു. എടോ നിങ്ങള് ടൂറ് പോയതിന്റെ പൈസ ബാങ്കിൽ തിരിച്ചടക്കണോടോ? താൻ കൃഷിയും ചെയ്തിട്ടില്ല, പിന്നെ ഞങ്ങൾക്ക് പിന്നെ പൈസ വേണ്ടേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടക്കാൻ പൈസ ഇല്ല. ബാങ്ക് എഴുതി തള്ളണം. അങ്ങനെ എഴുതി തള്ളാൻ പറ്റത്തില്ല. ബാങ്ക് ജപ്തി ചെയ്തിരിക്കും. അന്ന് ഞാൻ ഇവിടെ സമരം ചെയ്യും. ഇവിടെ ഇരിക്കലേ. ഇങ്ങോട്ട് ഇറങ്ങണോ? എവിടെ കയറി പോന്നു? എന്തൊരു മര്യാദ! നമ്മൾ ലോൺ എടുത്താൽ തിരിച്ചെടുത്തില്ലെങ്കിൽ ഉടനെ ജപ്തി നടപടിയിലേക്ക് സ്വീകരിക്കാണോ നിങ്ങൾ? പറയാൻ ഇവൻ ഇത് ഏത് നാട്ടുകാരനാടാ? അതെന്ത് മര്യാദ കേടാണ്? എടാ, ലോൺ അടച്ചില്ലെങ്കിൽ തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യടാ. നീ എന്നെ കൂടെ തെറ്റിക്കലടാ. ജപ്തി ചെയ്തില്ലെങ്കിൽ തിരിച്ചട. അതേ ഞാൻ ചോദിക്കുന്നു. നീ പറയുന്ന ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്ത് തിരിച്ചടക്കാനാണെങ്കിൽ പിന്നെ എന്തിനെടുക്കണം? അതാണ് എന്റെ ന്യായം. കൃഷി ചെയ്യാനാണോ ലോൺ എടുത്തത്? ചെയ്തല്ലോ. അമ്മായച്ചനും അമ്മായിയമ്മ മൂന്നാറിന്. അമ്മായച്ചനും അമ്മായിക്ക് ചട്ടി പിടിച്ചാണോ നിന്റെ കൃഷി? എക്കത്തേം വെട്ടി വെച്ചാൽ തീർക്കും. എന്റെ പോവില്ല ആൻസൊന്നും. അയാളെ തോക്കൊണ്ട് വെടിവെക്കാൻ വേറെ എന്തോരം സ്ഥലം കിടക്കണം. ഞാൻ കഷം കാണിച്ചിട്ട് അവിടെ വേണം വെടിവെക്കാൻ. അയ്യോ, ഇയാള് വെടിവെച്ച് അയാളെ കഷത്തിലെടുത്തോളാം. ഞാനിതല്ലേ പറഞ്ഞു ഞാൻ കഷം പൊക്കൂലെന്ന്. എന്തോരം ഏരിയ വേറെ കിടക്കണം, അവിടെ ഇട്ട് വെച്ചാ പോരെ. വെടിവെക്കും ഞാൻ പറഞ്ഞാൽ വെടിവെക്കും. ഞാൻ ഈ ബാങ്ക് മോഷണത്തിന് വന്നതാണ്. ബാങ്ക് മോഷണത്തിനല്ല, ബാങ്കിൽ നിന്ന് പൈസ മോഷ്ടിക്കാൻ വന്നതാണെന്ന്. പൈസ ഇട് ഇല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ വെടിവെക്കും. പൈസ തരാം. മണ്ടത്തരം ഇല്ലൂടെ കാണിച്ച. ബാങ്ക് അങ്ങോട്ട് തുറന്നല്ലേ ഉള്ളു. ഇപ്പൊ വന്നാൽ എന്തെങ്കിലും കിട്ടുമോ? ഇന്നലത്തെ അക്കൗണ്ട് അങ്ങോട്ട് അടയ്ക്കാനുള്ള പൈസ 15 ലക്ഷം രൂപ ഇരിപ്പുണ്ട്. അത് മതി, എനിക്ക് 15 മതി. പിന്നെ കീറിയതാ പറഞ്ഞതാന്ന് പറഞ്ഞ് നാളെ രാവിലെ വന്നേക്കരുത്. നോട്ട് നോക്കി എടുത്തോണം. ഉള്ള കാര്യം ഞാൻ പറയാം. നല്ല പ്രോത്സാഹനമാണല്ലോ കൊടുക്കണം. അങ്ങനെ എനിക്ക് എന്റെ ജീവനിൽ ഇച്ചിരി പേടിയൊക്കെ ഉണ്ട്. ഇയാൾക്ക് 15 ലക്ഷം പിന്നെ ഇച്ചിരി സ്വർണ്ണം ഇരിപ്പുണ്ട്, അതുകൂടെ എടുത്തു. അത് മാറ്റിപ്പോ. ഒരു കാര്യം പറയട്ടെ. അതെ, ഞാനിവിടുന്ന് ഒരു 2 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു 2 വർഷം മുമ്പ്. അത് അടച്ചിട്ടില്ല. അപ്പൊ ഉത്തമൻ എന്നും പറഞ്ഞൊരു പ്രമാണം അവിടെ ഇരിപ്പുണ്ടോ എന്ന് എടുത്തു തരാൻ പറ്റുമോ? ഒരു ചെറിയ സഹായം. എന്താ ഇത്? നിനക്ക് ഉളിപ്പുണ്ടോ? ഒരു ബാങ്കിൽ നിന്നൊക്കെ പൈസ നമ്മൾ കടമെടുക്കുമ്പോ തിരിച്ചടക്കാനുള്ള സാമാന്യ ഒരു ഇത് വേണം. അത് കാണിക്കണം. നീ എന്തുവാടാ നീ? എടാ, വല്ല മോഷ്ടിക്കാൻ പോടാ. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? നീ ഒരു മനുഷ്യനാടാ നീ. അയ്യോ, പൈസ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഞാൻ കൈകൊണ്ട് തൊടത്തില്ല. എന്റെ ഫിംഗർ പ്രിന്റ് ഞാൻ കൈകൊണ്ട് തൊടത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ എടുത്തു. പൈസ എടുത്തോ. 15 ലക്ഷം രൂപ എടുത്തു. ഇത് ഞാൻ ഇന്ന് എടുത്തു തരികയാണ്. ഓക്കെ, എടുത്ത് സഹായിച്ചു കൊടുക്കണം. തോക്കടാ, തിരിച്ചു ചൂട്ടടാ. തോക്കെടുത്ത് ചൂട്ടടാ. തോക്കണില്ല, കഷ്ടത്ത് കയറ്റി വെച്ചാൽ തോക്കെടുത്ത്. നീ ഇവിടെ വന്നിട്ട് ഞങ്ങളെ പറ്റിച്ചിട്ട് പോകുന്ന അടുക്കില്ല. അതെന്താ അടുക്കാത്ത? ഒരു മുഴയുണ്ട് മുതുകത്ത്. അയ്യോ, വീട് മാഡം വീട്. അവിടെ കിടന്ന് ജാക്കർ റോസും കളിക്കാതെ വീട്. എന്നടാ പറഞ്ഞത്? ഞാൻ ചോദിച്ചപ്പം ലോൺ എടുത്താൽ തിരിച്ചടക്കണ്ടെന്നാ.
എന്നിട്ട് നീ ബാഗ് മോഷ്ടിക്കാൻ വന്നിരിക്കണം. നീ വലിയ ആള്, ഞാൻ മോശക്കാരൻ. നിന്നോട് ഞാൻ എന്റെ പ്രമാണം എടുത്ത് തരാനല്ലേ പറഞ്ഞുള്ളൂ, അല്ല അധിക പ്രസംഗം പോലെ ഞാൻ പറഞ്ഞു. അയ്യോ ലോണ് തിരിച്ചടയ്ക്കാം. നീ ലോണ് തിരിച്ചടയ്ക്കാത്ത നീ മോഷ്ടിക്കാൻ വന്ന് നാണം ഉണ്ടോടാ? നിനക്കൊക്കെ മോഷ്ടിച്ച് ജീവിക്കാൻ നിനക്ക് നാണം ഉണ്ടോടാ? ചേച്ചി, നീ എന്തിനാടാ മോഷ്ടിക്കാൻ വന്നത്? അവസ്ഥയാണ്, എന്റെ ഭാര്യ വിദേശത്താണ്. അവൾ എനിക്ക് കുറച്ച് പൈസ എല്ലാ മാസം അയച്ചു തരും. ഞാൻ അതങ്ങ് ദൂർത്തടിച്ച് അങ്ങോട്ട് തീർന്നു. ഇനി അവൾ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ എന്റെ പൈസയില കൊടുക്കാൻ തിരിച്ചടക്കാൻ. അപ്പൊ അവള് വരുമ്പോ എങ്ങനെയെങ്കിലും ഒരു 15 ലക്ഷം രൂപയെങ്കിലും അവൾക്ക് കൊടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് മോഷ്ടിക്കാനായിട്ട് വന്നത്. നല്ല ഏരിയ. ഇവിടെ 15 ലക്ഷം രൂപയുള്ളപ്പോ രാവിലെ മോട്ടിക്കാൻ വന്നിരിക്കുന്നത് എന്നോട് താരെങ്കിലും പറഞ്ഞോടാ? പ്രോത്സാഹിപ്പിച്ച പിന്നെ നിങ്ങളല്ലേ പറഞ്ഞ അവിടെ പൈസ ഇരിപ്പുണ്ട്, അതെടുത്തൊന്ന് ഒന്ന് ഉച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ തിരിച്ചു പോയത്. അറിയാവോ? അയ്യോ, ഇപ്പൊ ഞാനാണ് അവനെ കള്ളനാക്കിയത്. മാഡമാണ് പ്രോത്സാഹിപ്പിച്ചത്. എടോ, എനിക്ക് പിള്ളേരുണ്ടോ? അതുങ്ങൾ ഇളയ കൊച്ചെന്നെ അമ്മേന്ന് തീർത്ത് വിളിച്ചു തുടങ്ങിയില്ല. പിന്നെ ഞാനെന്തിനാ അവന്റെ നെഞ്ചി പിടിച്ചിങ്ങനെ നിൽക്കുന്നത്? എടുക്കരുതടാന്ന് പറഞ്ഞോണ്ട് അവനെടുത്തോണ്ട് പോട്ടെ. ഇതൊക്കെ പൈസ അങ്ങനെ എന്താ എന്താന്ന് ഞാൻ വെടിവെക്കണോ? നല്ല സൗകര്യമില്ല. വെടിവെക്ക്. എന്നിട്ട് ഞാൻ അകത്ത് പോകാനല്ലേ? നീ വെടിവെക്കണം. അത് വേറെ നിന്റെ കട ഞാൻ എഴുതി തള്ളാം. നീ വെടിവെക്ക്. അങ്ങനെ എഴുതി തള്ളണ്ട. ഇവനെ ഇപ്പൊ ഞാൻ വെടിവെക്കണ്ട, പോലീസ് പിടിച്ചോളും, കോടതി ശിക്ഷിച്ചോളും. അതെങ്ങനെ? അതിനല്ലേ മറ്റേ സാധനം ഇവിടെ ഇരിക്കും. ഏത് സാധനം? CCTV. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.